നമസ്കാരം. ഒരു നാട്ടിൻപുറത്ത് ഒരു വലിയൊരു തറവാടുണ്ടായിരുന്നു. ആ തറവാട്ടിലെ കുടികിടപ്പുകാരനായ ഒരു വലിയൊരു കൂലിപ്പണിക്കാരന് ആ തറവാട്ടിലെ കാരണവർ ഒരു വീടും സ്ഥലവും അങ്ങ് വീടിനോട് ചേർന്ന് തന്നെ അങ്ങ് പതിച്ചു കൊടുത്തു. കാലക്രമേണ ആ കുടികിടപ്പുകാരൻ്റെ വീട്ടിലും പ്രശ്നങ്ങളായി. കാരണവർ തന്നെ വീണ്ടും ഇടപെട്ടു. ആ പ്രശ്നക്കാരനായ ആ വീട്ടുകാരെ അവിടെ നിർത്തിയിട്ട് അതിൽ സാധുക്കളായ ഒരു കുടുംബത്തെ, ഒരു താഴ്വീട്ടിലെ കുടുംബത്തെ തൊട്ടടുത്ത വീട്ടിലേക്ക് മാറ്റി. അതും തറവാടിനോട് ചേർന്ന്. മൂന്നാമതിരിക്കുന്നത് ഈ പ്രശ്നക്കാരനായ കുടുംബം. ഈ മൂന്നാമത്തെ പ്രശ്നക്കാരായ കുടുംബം എപ്പോഴും പ്രശ്നക്കാരായിരുന്നു. അവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അവരുടെ ഏറ്റവും വലിയ ശത്രു ഈ കാരണവരായി മാറി. അതിനിടയ്ക്കാണ് ഈ രണ്ടാമത്തെ വീട്ടിലെ വീട്ടുടമസ്ഥൻ കൊല്ലപ്പെടുന്നതും ദുരൂഹ സാഹചര്യത്തിൽ. അതിനുശേഷം കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ വീട്ടമ്മ അറസ്റ്റിലാകുന്നു, ജയിലിലാകുന്നു. അവിടെ അധ്വാനിക്കാൻ അറിയുന്ന 3-4 ആൺമക്കളുണ്ട്. എങ്ങനെയെങ്കിലും ഈ ആൺമക്കളെ കാരണവർക്കെതിരെ തിരിക്കണം. അതിനുവേണ്ടി ആൺമക്കളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തങ്ങളുടെ ധനവും സഹായവും ആഹാരവും ഒക്കെ കൊടുത്ത് തങ്ങളുടെ വരുതിയിലാക്കി. അങ്ങനെ ഇപ്പോൾ ആ രണ്ടാമത്തെ കുടുംബം കാരണവരുടെ തറവാടിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഈ പറഞ്ഞ തറവാടെന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ്. ആദ്യം വീട് വെച്ച് പോയ കുടികിടപ്പുകാരൻ പാകിസ്ഥാൻ. ആ പാകിസ്ഥാൻകാരൻ നിന്ന് രക്ഷപ്പെടുത്തിയത് ബംഗ്ലാദേശിന്. എന്നിട്ടിപ്പോഴെന്തായി? കാരണവർക്കെതിരെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത് ഈ ബംഗ്ലാദേശാണ്. പാകിസ്ഥാൻ്റെ എല്ലാ കുൽസിത പ്രവർത്തനങ്ങളും സഹായവും പിന്തുണയും ഒക്കെ ആ കാരണവർക്ക് എതിരെ ബംഗ്ലാദേശിനുണ്ട്. ഇതാണ് പറഞ്ഞു വന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ലഘുവായി പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കെതിരെ പാകിസ്ഥാനും ബംഗ്ലാദേശും ചേർന്ന് നടത്തുന്ന ആ ഒരു ഗൂഢാലോചനയുടെ കുതന്ത്രങ്ങളുടെ ഒരു പിന്തുടർച്ച ഇങ്ങനെയാണ്. കഥ നന്നായിട്ടുണ്ട്, കഥ മനസ്സിലായി. അപ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിവരണമായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഒരുപാട് ഗുരുതരമായ കാര്യങ്ങൾ ദേശീയ തലത്തിലല്ല, അന്തർദേശീയ തലത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നടക്കും. 2 കാര്യങ്ങൾ വളരെ ഡിസംബർ 1 മുതൽ ഉണ്ടാവുന്ന ഒരു വലിയ വ്യത്യാസം. പാകിസ്ഥാനികൾക്കോ പാകിസ്ഥാൻ പൗരന്മാർക്കും പാകിസ്ഥാൻ ഒറിജിനുള്ളവർക്കും ബംഗ്ലാദേശിൽ കടക്കണമെങ്കിൽ സെക്യൂരിറ്റി ചെക്ക് ആവശ്യമില്ല. അത് പഴയ NOC എന്ന് പറയും, നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണ്ട. രണ്ടാമത്തത്, പാകിസ്ഥാനിൽ നിന്നുള്ള കാർഗോയ്ക്ക് ഒരു ചെക്കിങ്ങും ഇല്ലാതെ ബംഗ്ലാദേശിലേക്ക് കടക്കാം. ഇതിൻ്റെ അപകടം വളരെ വലുതാണ്. ഈ അപകടം നമ്മളെ ഇന്ത്യൻ മീഡിയ അല്ല ഇത് റിപ്പോർട്ട് ചെയ്തതും ഈ അപകടത്തെപ്പറ്റി പറഞ്ഞതും. ഈ അപകടത്തെപ്പറ്റി പറഞ്ഞത് ബംഗ്ലാദേശി പത്രങ്ങളാണ്. അതാണ് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നത്. ബംഗ്ലാദേശികളും ഈ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് കൺസേൺഡ് ആണ് എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് പാകിസ്ഥാനി പൗരന്മാർ അല്ലെങ്കിൽ പാകിസ്ഥാനി ഒറിജിൻ എന്ന് പറയുമ്പോൾ പാകിസ്ഥാനി പൗരത്വം ഇല്ലെങ്കിലും പാകിസ്ഥാൻ പറഞ്ഞാൽ ഒരാളെ നമ്മുടെ രാജ്യത്തോട്ടങ്ങ് പ്രവേശിപ്പിക്കുക എന്നാണ് ഈ കോളർ ഇല്ലാത്ത മാൻ വിത്തൗട്ട് കോളേഴ്സ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ മാൻ വിത്തൗട്ട് കോളേഴ്സ് എന്നാണ് പറയുന്നത്. നമ്മുടെ യൂനുസ് ചെയ്തിരിക്കുന്ന ഒരു ഓർഡറാണ്. തിരഞ്ഞെടുക്കപ്പെടാത്ത ഒരു ഭരണകൂടം, എവിടുന്നോ വന്ന ഒരു നോബൽ സമ്മാനക്കാരൻ, അവൻ രാജ്യത്തിൻ്റെയും ഭാഗതയും ജനങ്ങളുടെ ഇഷ്ടവും നടപ്പാക്കുന്നതിന് പകരം രാജ്യത്തെ കുരുതി കൊടുക്കാനുള്ള ശ്രമമാണ് നമ്മൾ കാണുന്നത്. പാകിസ്ഥാന്റെ ഡബിൾ ഏജന്റാണെന്ന് പറയാം. കാരണം പാകിസ്ഥാന്റെ മാത്രം പാകിസ്ഥാന്റെ അമേരിക്കയുടെയും ഏജന്റ് അല്ല. ഇവിടെ വളരെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് അനാഥരായിട്ട് നടക്കുന്ന ടെററിസ്റ്റുകൾക്ക് എല്ലാ പേർക്കും താവളം ഒരുക്കാനാണ് യൂനസ് തുടങ്ങുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഏറ്റവും കൂടുതൽ കൺസേൺഡ് ബംഗ്ലാദേശി പൗരന്മാരാണ്, ഇന്ത്യക്കാരെക്കാളും കൂടുതൽ. കാര്യം ജെയ്ഷെ മുഹമ്മദ്, ജമാഅത്തെ, അങ്ങനെ കുറേ സംഘടനകളുണ്ട്, ഹർക്കത്തുൽ ഇസ്ലാം, അങ്ങനെ ഒരു 12ഓളം സംഘടനകൾ ലോകത്ത് ഒരു രാജ്യത്തും ആശ്രയമില്ലാതെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന അനാഥ പ്രേതങ്ങൾ കുറേ ഉണ്ട്. അതിൽ കുറേ പേരെ പാകിസ്ഥാൻ പാർപ്പിച്ചിരുന്നു. ആ 9 സ്ഥലങ്ങളാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ വെടിവെച്ചിട്ടത്. അതുകൊണ്ട് അവർക്കിനി അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി. കാര്യം ഇവരെ പുറത്താക്കാതെ ഇൻ്റർനാഷണൽ ഫണ്ട് കൊടുക്കില്ല എന്ന് അമേരിക്ക പറഞ്ഞു, വേൾഡ് ബാങ്ക് പറഞ്ഞു. അതുകൊണ്ട് അവരവിടെ നിന്ന് ടെക്നിക്കലി പുറത്താക്കേണ്ട ഒരു അവസരം വന്നു. അവരെ പുറത്താക്കി. അവർ ഇപ്പോൾ തമ്പടിച്ചേക്കുന്നത് ബംഗ്ലാദേശിലാണ്.
മാത്രമല്ല നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത മാതിരി ബംഗ്ലാദേശിൽ ISIയുടെ ഒരു പ്രാദേശിക ഘടകവും ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് വരുന്ന ഈ രണ്ടാമത്തെ ഇത് ഒന്ന് ടെററിസ്റ്റുകളാണ്, രണ്ട് ഈ പാകിസ്ഥാനിൽ നിന്നുള്ള കാർഗോയ്ക്ക് അവിടെ ചെക്കിംഗ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ബ്ലൈൻഡായിട്ട് അവർ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഇത് പാകിസ്ഥാനിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് കടത്താൻ പറ്റാത്ത ഡ്രഗ്സ്, വെപ്പൺസ് ഇതെല്ലാം ബംഗ്ലാദേശിലേക്ക് കൊണ്ട് ഡംപ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കുകയാണെങ്കിൽ വേറെ 2 വാർത്തകളും കൂടെ ബംഗ്ലാദേശിനെ പറ്റിയിട്ട് ചേർത്ത് വായിക്കാറുണ്ട്. അപ്പോൾ ഇന്നലെ 2 ദിവസത്തിന് മുമ്പ് നമ്മുടെ ദുബായ് എയർ ഷോയിൽ വെച്ചിട്ട് 20ഓളം ചൈനീസ് നിർമ്മിത വിമാനങ്ങൾ ബംഗ്ലാദേശിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ധാരണയായി. അത് വിലയ്ക്കാണോ വെറുതെ ആണോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയത്തില്ല, എന്തായാലും കൊടുക്കാൻ ധാരണയായി. ഇത് അവരുടെ ആയുധങ്ങൾ ഡംപ് ചെയ്യാനുള്ള ഒരു ഡംപിങ് യാർഡായിട്ട് മാറ്റാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നതെന്നാണ് നിരീക്ഷകർ മനസ്സിലാക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാകിസ്ഥാന് കടത്താൻ പറ്റാത്ത ഡ്രഗ്സ് തുടങ്ങിയ സാധനങ്ങൾ ബംഗ്ലാദേശിൽ എത്തിച്ചിട്ട് ബംഗാൾ ഉൾക്കടൽ വഴി ഷിപ്മെൻറ്റിലായിട്ട് പോകാനുള്ള ഒരു പരിപാടിയിലാണ് അവർ നിൽക്കുന്നത്. കാര്യം ഇത് ചൈനയിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഒരു അസ്ഥിരതയും ഒരു അരക്ഷിതത്വവും കാണുകയും നമ്മളെ സിറിയെ പോലെ ഒരു ഭീകര താവളമായിട്ട് ബംഗ്ലാദേശിനെയും ഇന്ത്യ ഉൾക്കടലിനെയും ഇന്ത്യൻ പെൻസുലയും മാറ്റാനുള്ള ഒരു വളരെ നീചമായ ഒരു പ്രവൃത്തിയാണ് ബംഗ്ലാദേശ് ഉപദേശകൻ്റെ കയ്യിൽ നിന്ന് നമുക്കുണ്ടായിട്ടുള്ളത്. അതായത് അമേരിക്ക പാകിസ്ഥാനിലൊരു എയർ ബേസ് തുടങ്ങാനായിട്ടുള്ള ആലോചനകളുമായി മുന്നോട്ട് പോകുമ്പോൾ പാകിസ്ഥാൻ ബംഗ്ലാദേശിലൊരു ടെറർ ബേസ് തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് പാകിസ്ഥാൻ തമ്മിലുള്ള അതിർത്തികളൊക്കെ പാകിസ്ഥാൻ സൈന്യ ഇടപെട്ടങ്ങ് തുറന്നു കൊടുത്തു. ഈ പറഞ്ഞതുപോലെ ബംഗ്ലാദേശിലെ ചിറ്റഗോങ് അടക്കമുള്ള തുറമുഖം വഴിയാകും ഇനി അങ്ങോട്ട് പാകിസ്ഥാനിലേക്കുള്ള കള്ളക്കടത്തും പാകിസ്ഥാനിൽ നിന്നും പുറത്തേക്കുള്ള മറ്റ് രാജ്യങ്ങളിലേക്കുള്ള മയക്കുമരുന്നും ആയുധങ്ങളും അടക്കമുള്ള കടത്ത് ശൃംഖല ഇനി അവർ നയിക്കാൻ പോകുന്നത്, അതിൻ്റെ കേന്ദ്രമാക്കി മാറ്റാൻ പോകുന്നത് ബംഗ്ലാദേശിലെ ചിറ്റഗോങ് അടക്കമുള്ള തുറമുഖങ്ങളെയാണ്. നവംബർ 9-നാണ് നാവികസേന മേധാവി ഒരു കപ്പലിൽ ചിറ്റഗോങ് തുറമുഖത്തേക്ക് വന്നത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ കരമാർഗം വരാമായിരുന്നു, വിമാനമാർഗം വരാമായിരുന്നു. പക്ഷേ കപ്പൽ മാർഗം വന്നതിൻ്റെ കാരണം ആ കപ്പൽ പാത പരിശോധിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് 4 ദിവസം പാക് നാവികസേനാ മേധാവി അവിടെ ഉണ്ടായിരുന്നു. ഒരു കപ്പലിൽ അദ്ദേഹം വന്ന് ചിറ്റഗോങ്ങിൽ ഇറങ്ങി അവിടെ ചർച്ചകളൊക്കെ നടത്തി തിരികെ അതേ കപ്പലിൽ തന്നെ നാവികസേനയുടെ പാക് നേവിയുടെ കപ്പലിൽ തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. ഇതൊക്കെ വളരെ ദുരൂഹമാണ്. കാരണം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ സാറ്റലൈറ്റിലടക്കം ഇസ്രായേലിൻ്റെ സാറ്റലൈറ്റിലൊക്കെ ഇത് നിരീക്ഷിക്കുന്നുണ്ട്. കാരണം ഇതൊരു ഇസ്ലാമിക മൂവ്മെൻ്റാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെ ഏത് നിമിഷവും തിരിയാമെന്നറിയാം, അമേരിക്കയ്ക്കും അറിയാം ഏത് നിമിഷവും ഈ ഇസ്ലാമിക മൂവ്മെൻറ്റ്, ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, GCC രാജ്യങ്ങളെല്ലാം അതുകൊണ്ടാണല്ലോ പാകിസ്ഥാനും സൗദിയും തമ്മിൽ കരാറിൽപ്പെട്ടത്. പാകിസ്ഥാനെ അല്ലെങ്കിൽ സൗദിയെ ആദ്യം ആക്രമിക്കുന്നുവോ അതിനെതിരെ പ്രതിരോധിക്കാൻ അടുത്ത രാജ്യം പാകിസ്ഥാൻ അല്ലെങ്കിൽ സൗദി അപ്പോൾ തുനിഞ്ഞിറങ്ങണം. അങ്ങനൊരു സങ്കീർണമായ തന്ത്രപരമായ കരാറിലും ഉൾപ്പെട്ടിരുന്നു. സൗദിയും ഖത്തറും ഒക്കെ ഇസ്രായേലുമായിട്ട് നല്ല ബന്ധം പുറമേ കാണിക്കുന്നുണ്ടെങ്കിലും അവരുടെ ദ്രംഷ്ടകൾ എപ്പോഴും അകത്ത് തന്നെ ഉണ്ട്. ഇസ്ലാമിക ചിന്ത വരുമ്പോഴേക്കും ഇവരെല്ലാം ഇസ്ലാമിക രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ആ രാജ്യങ്ങളിൽ പാകിസ്ഥാന് അനുഭവമുണ്ട്. ന്യൂക്ലിയർ ആണവ ശക്തിയാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഇത്രയും വില. സൗദി പാകിസ്ഥാനോട് ചേർന്ന് നിൽക്കുന്നതും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഖത്തറും ചേർന്ന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ പാകിസ്ഥാൻ അത് പ്രയോഗിക്കാൻ പറ്റില്ലെങ്കിലും ഇവർക്ക് ഈവൻ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ ദിവസം UAE-യുടെ ഒരു ഔദ്യോഗികമായിട്ട് മന്ത്രി ഈ ഇൻഡിജീനിയസ് ആയിട്ട് പാകിസ്ഥാൻ ചൈനീസ് വിമാനങ്ങൾ ഉണ്ടാക്കുന്നതിനെ പ്രശംസിച്ച് കണ്ടായിരുന്നു. പാകിസ്ഥാന് നേരെ ഒരു റെയിൽവേ എഞ്ചിൻ പോലും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതെല്ലാം ചൈനയിൽ നിന്ന് ഉണ്ടാക്കി വരുന്ന സാധനങ്ങൾ അസംബിൾ ചെയ്യുന്ന ഒരു പോയിൻ്റായിട്ടാണ് ചൈന നിൽക്കുന്നത്. എന്നിട്ട് അത് തീവ്രവാദ രാഷ്ട്രങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മളിവിടെ കാണേണ്ടത്. കാരണം താലിബാൻ പാകിസ്ഥാൻ തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി താലിബാൻ അതിൻ്റെ അതിർത്തികൾ അടച്ച് സീൽ ചെയ്തപ്പോൾ പിന്നെ പാകിസ്ഥാന് കരമാർഗം ഈ ആയുധ കടത്തും അല്ലെങ്കിൽ അഫ്ഗാൻ വഴി മറ്റ് രാജ്യങ്ങളിലേക്ക്, മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങളിലേക്കുള്ള കള്ളക്കടത്തൊന്നും നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. അപ്പോഴത്തേക്കാണ് അവർ ഈ ചിറ്റഗോങ് അടക്കമുള്ള തുറമുഖങ്ങൾ വഴി കപ്പലുകളിൽ
ഇതേപോലെ മയക്കുമരുന്നും മറ്റു കള്ളക്കടത്ത് സാധനങ്ങളും കടത്തി പാകിസ്ഥാന്റെ ബേസിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളെ ഒരു ലോജിസ്റ്റിക് സപ്പോർട്ട് പോയിന്റായിട്ട് ബംഗ്ലാദേശിനെ ഉപയോഗിക്കാനാണ് പാകിസ്ഥാന്റെ ശ്രമം. ഒരു ഗോഡൌൺ പോലെ ഉണ്ടാക്കിയെടുത്തിട്ട് അവിടെ നിന്ന് ബംഗ്ലാദേശിനെ പാകിസ്ഥാന്റെ ആയുധങ്ങളുടെയും മറ്റേ കള്ളക്കടത്ത് മയക്കുമരുന്ന് അതിന്റെ ഒരു സംഭരണ കേന്ദ്രമാക്കി മാറ്റിയിട്ട് അവിടെ നിന്നും സപ്ലൈ ചെയ്യുക. അവിടെ നിന്നും ഓർഡർ എടുത്ത് ബംഗ്ലാദേശിന്റെ തുറമുഖങ്ങൾ വഴി സപ്ലൈ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ലോകരാഷ്ട്രങ്ങളുടെ അമേരിക്ക, ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങളുടെ ആക്രമണം, വ്യോമ ആക്രമണം അടക്കം ഉണ്ടാകുന്നതിന് അത് ബംഗ്ലാദേശിന് കിട്ടിക്കൊള്ളുമെന്ന് പാകിസ്ഥാൻ വ്യക്തമായി അറിയാം. മറ്റൊരു പ്രധാന കാര്യം, കഴിഞ്ഞ നവംബർ 9 പാകിസ്ഥാൻ നാവികസേന മേധാവി ബംഗ്ലാദേശ് സന്ദർശിച്ചു എന്ന് പറഞ്ഞല്ലോ. തൊട്ട് പിന്നാലെ ചെയ്ത അടുത്ത ഉന്നതതല പാക് സൈനിക സംഘം ബംഗ്ലാദേശിൽ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. എന്തിനാണ്? പാകിസ്ഥാന്റെ ഉന്നതതല മിലിറ്ററി പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ തലവന്മാരാണ് എത്തിയത്. ഹെവി ഇൻഡസ്ട്രീസ് ടക്സീല എന്ന് പറയുന്ന HIT, പാകിസ്ഥാനിലെ ആയുധങ്ങൾ നിർമ്മിക്കുന്ന, യുദ്ധ ടാങ്കുകൾ നിർമ്മിക്കുന്ന അവർ പറയുന്നു. ഈ അസംബിൾ ചെയ്യുന്ന കേന്ദ്രങ്ങളാണ് ചൈനയിൽ നിന്നുള്ള. എന്നാലും യുദ്ധ ഉപകരണങ്ങൾ കൊണ്ടുപോകുന്ന റൈഫിളുകൾ, അസോൾട്ട് റൈഫിളുകൾ നിർമ്മിക്കുന്ന, മറ്റ് ഗൺ കാരേജുകൾ നിർമ്മിക്കുന്ന ഒരു പാകിസ്ഥാൻ്റെ പൊതുമേഖലാ കമ്പനിയാണ് ഹെവി ഇൻഡസ്ട്രീസ് ടക്സീല. ഈ കമ്പനിയുടെ ഉദ്യോഗസ്ഥർ നേരെ ബംഗ്ലാദേശിലേക്ക് വന്നിരിക്കുന്നത് ബംഗ്ലാദേശിൽ തങ്ങളുടെ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പുതിയ കേന്ദ്രം തുറക്കുന്നതിനാണ്. കാരണം 2024 ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീന സ്ഥാനഭ്രഷ്ടയാക്കുന്നതോടെ അവർ അവിടെ നിന്നും ഇന്ത്യയിലേക്ക് അഭയം തേടി എത്തിയതോടെ മുഹമ്മദ് യൂനൂസ് സർക്കാർ വന്നു. പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ശക്തമായി ആരംഭിച്ചു. ഇപ്പോൾ ഈ ആയുധങ്ങൾ നിർമ്മിക്കുന്നത്, പാകിസ്ഥാൻ്റെ ആയുധങ്ങൾ ഇപ്പോൾ ഇനി നിർമ്മിക്കാൻ പോകുന്നത് ബംഗ്ലാദേശിലാണ്. വേണമെങ്കിൽ അങ്ങനെ പറയാം. കാരണം നേരത്തെ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ 4-5 കഷ്ണങ്ങളെ മുറിയാൻ പോവുകയാണ്. അങ്ങനെ 4-5 ഭാഗങ്ങളിൽ നിന്നുള്ള ആഭ്യന്തര തീവ്രവാദ പ്രവർത്തനം, തീവ്രവാദം എന്ന് തന്നെ വിളിക്കാൻ പാടില്ല, സ്വാതന്ത്ര്യവാദികളുടെ ആ ഒരു പ്രതിരോധം കാരണം പാകിസ്ഥാൻ സർക്കാർ പൊറുതിമുട്ടുമ്പോൾ ഇതൊന്നും ആ രാജ്യത്ത് നടക്കാൻ ഇടയില്ലാത്തത്. കാരണം അവിടെ ഉണ്ടാക്കിയ ആയുധങ്ങൾ പാകിസ്ഥാനിൽ ഉണ്ടാക്കിയാൽ അത് ഇവരെല്ലാം ബലൂചിസ്ഥാനികളും അഫ്ഗാനിൽ നിന്നുള്ള പോരാളികളും ഒക്കെ അത് കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ അവർ പാക് ഓക്കുപൈഡ് കാശ്മീരിലുള്ളവരും ആയുധങ്ങൾ അടിച്ചുകൊണ്ട് പോകുന്നറിയാം. അതുകൊണ്ട് ബംഗ്ലാദേശിൽ സുരക്ഷിതമായി ഒരു ആയുധ നിർമ്മാണ കേന്ദ്രം പാക് സൈന്യത്തിൻ്റെ വക തുറക്കുക, അവിടെ ആയുധങ്ങൾ അസംബിൾ ചെയ്യുക. ഇതേപോലെ ഈ റോക്കറ്റ് ലോഞ്ചറുകൾ, ഈ യന്ത്രവൽകൃത വാഹനങ്ങൾ, സൈനികരെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ, കവചിത വാഹനങ്ങൾ, ഇതൊക്കെയാണ് അവിടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വൻതോതിൽ പണം മുടക്കാൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശിൽ. തീർന്നില്ല. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഭക്ഷ്യ സംഭരണ കേന്ദ്രമുണ്ട്, ഒരു സ്ഥാപനമുണ്ട്. അവരിപ്പോൾ ചെയ്യാൻ പോകുന്നത് പ്രൊക്യൂർമെൻറ്റ് കോർപ്പറേഷനാണ്. അവരിപ്പോൾ വിളിച്ചിരിക്കുന്ന ഒരു ആഗോള ടെൻഡർ, പാകിസ്ഥാനുള്ള ടെൻഡർ വിളിച്ചിരിക്കുന്നത് 1 ലക്ഷം ടൺ നീളമുള്ള അരി, നീളം കൂടിയ അരി നമ്മൾ പറയും, ബിരിയാണി അരി പോലത്തെ അരി, അത് ബംഗ്ലാദേശിൽ നൽകാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ്? ബംഗ്ലാദേശിലെ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് നൽകാനല്ല, കരാറുണ്ട്. 2024 ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീന ഇറങ്ങി മുഹമ്മദ് യൂനൂസ് വന്നപ്പോൾ തന്നെ 50,000 ടൺ അരിക്കുള്ള കരാർ പാക് സർക്കാരും ബംഗ്ലാദേശ് സർക്കാരും തമ്മിൽ കരാറിലെത്തിയിരുന്നു. അത് പ്രകാരം അരി എത്തിച്ചു കൊടുത്തു. ഇപ്പോൾ ബംഗ്ലാദേശിന് വേണ്ടത് 1 ലക്ഷം ടൺ അരി. ഇത്രയും 1 ലക്ഷം ടൺ അരി എന്തിനാണ്? പാകിസ്ഥാൻ്റെ കയറ്റുമതി മൂല്യം കൂടുന്നു എന്ന് ലോകരാജ്യങ്ങളെ അമേരിക്ക അടക്കം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അവിടെയും വില്ലൻ അമേരിക്കയാണ്. ഇന്ത്യയിലെ ബസുമതി അരിക്ക് അമേരിക്ക 50% താരിഫ് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ബസുമതി അരി അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യുന്നില്ല. കഴിഞ്ഞ കുറേ കാലമായി പാകിസ്ഥാൻ്റെ കയറ്റുമതിയും ഡൗൺ ആണ്. അപ്പോൾ പാകിസ്ഥാന് ഈ ഒരു 1 ലക്ഷം ടൺ അരി ബംഗ്ലാദേശിലേക്ക് കയറ്റിയിരിക്കുന്നു എന്നൊരു രേഖ ഉണ്ടാക്കി വയ്ക്കുന്നു. അത് ഈ പറയുന്ന ആയുധ ഗോഡൗൺ പോലെ തന്നെ അവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിക്കുന്ന ഗോഡൗണും പാകിസ്ഥാൻ ബംഗ്ലാദേശിൽ തന്നെ കരുതി വെക്കുന്നു. ബംഗ്ലാദേശിന്റെ എക്സ്പോർട്ട് ധാരാളമായിട്ട് കുറഞ്ഞു കഴിഞ്ഞ ഒരു വർഷം കൊണ്ട്. അതെ, കാരണം ഇന്ത്യ മാർഗമുള്ള ആ കരമാർഗമുള്ള ആ ചെക്ക് പോസ്റ്റുകൾ കഴിഞ്ഞ് 3-4 മാസമായിട്ട് ഇന്ത്യ ഫ്രീസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശിനും കപ്പൽ മാർഗമുള്ള ആ എക്സ്പോർട്ട് മാത്രമേ നടക്കത്തുള്ളൂ, കയറ്റുമതി മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ ബംഗ്ലാദേശിന് വേണ്ടി എന്ന പേരിൽ പാകിസ്ഥാൻ സർക്കാർ ഏജൻസി ഇപ്പോൾ ടെൻഡർ വിളിച്ചിരിക്കുകയാണ്. 45 ദിവസത്തിനകം ഈ 1 ലക്ഷം ടൺ അരി, നീളമുള്ള അരി, ബസുമതി അരിക്ക് പകരം അവിടെ എത്തിയിരിക്കണം. കാരണം ഇന്ത്യയുടെ
ബസുമതി അരിക്ക് അമേരിക്ക ഡൊണാൾഡ് ട്രംപ് താരിഫ് ചുമത്തി. ആ താരിഫ് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ അരിയുടെ കയറ്റുമതി കുറഞ്ഞു. ആ ഒരു ഗ്യാപ്പ് നോക്കി പാകിസ്ഥാൻ ഈ അരി കയറ്റുമതിയിൽ പാകിസ്ഥാനിലെ അരി കയറ്റുമതി ചെയ്ത് വലിയ ആളാകാനുള്ള ശ്രമമാണ്. അപ്പോൾ എന്ത് തന്നെ നോക്കിയാലും ബംഗ്ലാദേശിനുള്ളിൽ പാകിസ്ഥാൻ്റെ അരി, ബംഗ്ലാദേശിനുള്ളിൽ പാകിസ്ഥാൻ്റെ ഭക്ഷ്യധാന്യങ്ങൾ, ബംഗ്ലാദേശിനുള്ളിൽ പാകിസ്ഥാൻ്റെ ആയുധങ്ങൾ, ബംഗ്ലാദേശിനുള്ളിൽ പാകിസ്ഥാൻ്റെ വക മയക്കുമരുന്ന്, അങ്ങനെ ഒരു വൻ ഗോഡൌണായി വീണ്ടും ഇവർ ഒരുമിച്ച് ഒറ്റ രാജ്യമായിട്ട് മാറുമോ എന്നുള്ളതാണ് നമുക്കുള്ള ഒരു സംശയം. ഒറ്റ രാജ്യമായി മാറുമോ എന്നുള്ളതല്ല. പാകിസ്ഥാൻ ബംഗ്ലാദേശിൽ ഇപ്പോഴുള്ളത് ഒരു കാവൽ സർക്കാരാണ്. അതിനെ നോക്കി നടത്താനുള്ളൊരു സ്ഥിരമായ സർക്കാർ വന്നിട്ടില്ല. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അപ്പോൾ ഈ സർക്കാരിനെ പാകിസ്ഥാൻ ടേക്ക് ഓവർ ചെയ്യാണ്. ആ നേരത്തെ കാരണമായിട്ട് ഒരു കഥ പറഞ്ഞത്. ഇതിനകത്തൊരു പുതിയൊരു ഡെവലപ്മെന്റ് കൂടെ ഉണ്ട്. ഇന്നലെ പാകിസ്ഥാൻ അവാമി പാർട്ടി അല്ല, ബംഗ്ലാദേശിന്റെ BNP ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി ഇന്ന് തൊട്ട് 30-ാം തീയതി വരെ ഒരു പ്രക്ഷോഭം രാജ്യത്തുടനീളം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത് നേപ്പാളിൽ നടന്ന ജെൻസി പ്രക്ഷോഭം പോലെ ഇതൊരു അതെ, ഒരു ഹസീനയുടെ രീതിയിൽ, ഒരു ജെൻസി രീതിയിൽ ഹസീനയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രക്ഷോഭം നടപ്പിലാക്കാനുള്ള ഒരു പദ്ധതിയാണ് നമ്മളെ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത. ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോഴത്തേക്ക് ഈ പാകിസ്ഥാൻ്റെ ഭരണഘടനയുടെ 27-ാം ഭേദഗതി അനുസരിച്ചിട്ട് ഫീൽഡ് മാർഷലായിട്ടുള്ള അസീം മുനീർ, ഫീൽഡ് മാർഷൽ എന്നും പറയാറുണ്ട്, അസീം മുനീർ മരിക്കുന്നത് വരെ അവിടുത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായിട്ട് തുടരുകയും അവിടെ പുതിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കോടതി ഉണ്ടാക്കുകയും ചെയ്തു. ആ കോൺസ്റ്റിറ്റ്യൂഷൻ കോടതി ഒരു മിലിറ്ററിക്ക് വേണ്ടിയിട്ടുള്ളൊരു കോടതിയാണ്. കാര്യം അവിടുത്തെ സുപ്രീം കോടതി പലപ്പോഴും അവിടുത്തെ ജനാധിപത്യ ധ്വംസനങ്ങൾക്കെതിരെ ഭരണഘടന അനുസരിച്ചിട്ട് അവിടെ സുപ്രീം കോടതി പലപ്പോഴും ഇടപെട്ടിട്ടുണ്ട്. അതിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ഭരണഘടനാ കോടതി ഉൾപ്പെടെ 27-ാം ഭേദഗതിയിലൂടെ മുനീർ കൊണ്ടുവന്നു. ചുരുക്കത്തിൽ സിയാവുർ ഹക്കിനെ മാതിരി ഇദ്ദേഹം ഒരു പാകിസ്ഥാൻ്റെ ഏകാധിപതിയായിട്ട് മുഷാറഫിനെ പോലെ ഡെമോക്രാറ്റിക് ഏകാധിപതിയായിട്ട് മാറിക്കഴിഞ്ഞു. ആ സാഹചര്യത്തിൽ വേണം നമ്മൾ ഡാക്കയിലെ പുതിയ കാര്യങ്ങൾ ഇടപെടുത്താൻ. ഇതിനിടയ്ക്ക് പല പ്രാവശ്യം ഒഫീഷ്യലായിട്ടും അൺഒഫീഷ്യലായിട്ടും ഇദ്ദേഹം അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ആർമി ചീഫ് അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. മാത്രമല്ല, ആ പാകിസ്ഥാനിലെ ആർമിയും നേവിയും എല്ലാം ഇദ്ദേഹത്തിൻ്റെ ഒരു ജോയിൻറ്റ് കമാൻഡർ, ഇദ്ദേഹത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്നിരിക്കുന്ന നേവി എയർഫോഴ്സിനെയും കൂടെ ഇവരുടെ കീഴിൽ കൊണ്ടുവന്നത് അവിടെ വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെയും ഒരു ജനകീയ പ്രക്ഷോഭം തുടങ്ങാനുള്ള ഒരു സാധ്യത 27-ാമത്തെ അമെൻമെൻറ്റ് നമ്മളെ പാകിസ്ഥാനിലെ ഡെമോക്രസിയുടെ അവസാനമാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അടുത്ത ദിവസങ്ങളിൽ വാർത്തയായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.